ഒരിക്കൽ ഗണേശൻ ഒരു ഗ്രാമത്തിൽ ഒരു ആൺകുട്ടിയുടെ രൂപത്തിൽ പ്രവേശിച്ചു. ഗണേശന്റെ ഒരു കൈയിൽ അരിയും മറുകൈയിൽ പാലും ഉണ്ടായിരുന്നു. ഗണേശൻ അവിടെയുള്ള ആളുകളോട് പായസം ഉണ്ടാക്കുവാൻ സഹായം ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അവരെല്ലാം വളരെ തിരക്കിലായിരുന്നു. ഗണേശൻ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കുടിലിലെത്തി. ഗണേശന് വേണ്ടി പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആ സ്ത്രീ സമ്മതിച്ചു. അവൾ പാലും അരിയും ഒരുമിച്ച് കലർത്തി പാചകം ചെയ്യാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഉറങ്ങിപ്പോയി. ആൺകുട്ടി കളിക്കുവാനും പോയി. സ്ത്രീ ഉണർന്നപ്പോൾ പായസം ആരോ പാകം ചെയ്തിട്ടുണ്ടെന്നും അത് വളരെ രുചികരമാണെന്നും അവർ മനസ്സിലാക്കി. വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാൽ അവർ പായസം കഴിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ കഴിക്കുന്നതിന് മുൻപ് പായസത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഗണേശ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിച്ചു. എന്നിട്ട് പായസം കഴിക്കുവാൻ തുടങ്ങി. എത്ര കഴിച്ചിട്ടും പാത്രം ഒരിക്കലും കാലിയായില്ല. ആൺകുട്ടി തിരിച്ചെത്തിയപ്പോൾ മുഴുവൻ പായസവും ആ സ്ത്രീ കുട്ടിക്ക് നൽകി. വിശന്നതിനാൽ താൻ കുട്ടിക്ക് മുന്നേ കഴിച്ചുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഗണേശ വിഗ്രഹത്തിന് മുന്നിൽ പായസം സമർപ്പിച്ചപ്പോൾ തന്നെ താനും പായസം കഴിച്ചുവെന്ന് ആൺകുട്ടി മറുപടി നൽകി. തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാനാണെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ അദ്ദേഹത്തിന്റെ കാൽക്കൽ ഇരുന്ന് കരയുവാൻ തുടങ്ങി. ഗണേശൻ അവളെ സമ്പത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിച്ചു.